Hey folks, Richie FX here. സോ ഇന്ന് നമ്മൾ തേഴ്സ്ഡേയിലും ഫ്രൈഡേയിലും ട്രേഡിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകണേ. സോ കുറച്ച് പേര് ഫ്രൈഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അന്നത്തെ പ്രൈസ് ആക്ഷൻ നല്ല രീതിക്ക് മൂവ് തന്നിട്ടുണ്ടെങ്കിൽ പോലും ഒത്തിരി പോയിന്റിൽ കൺഫ്യൂസിങ് ആയിട്ടുണ്ട്. പ്രോപ്പർ എസെപ്റ്റിങ് കാര്യങ്ങളില്ലാണ്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് അടുത്തൊരു ഇൻഡിക്കേറ്റർ എന്താണെന്നുള്ള രീതിക്കൊക്കെ പല രീതിയിലും പല ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനുള്ള എല്ലാ ആൻസേഴ്സും സോറി അതിനുള്ള എല്ലാ ആൻസേഴ്സും ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണമായിരിക്കും. സോ നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ഡേ നമ്മളൊരു മാർക്കറ്റിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ഓർഡർ ഫ്ലോ റീഡ് ചെയ്യേണ്ട ആദ്യം നമ്മൾ ഡോളറിൻ്റെയാണ്. കാരണം ഡോളർ ഹയർ പ്രൈസസ് ഗ്രാവിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്സും അതേപോലെ തന്നെ ലോവർ പ്രൈസസ് ഗ്രാവിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഒരു വൈസ് വേഴ്സ കോമ്പിനേഷനാണ് ഡോളറും സ്റ്റോക്സും തമ്മിലുള്ളത്, അല്ലെങ്കിൽ ഡോളറും ഗോൾഡും തമ്മിലുള്ളത്, അല്ലെങ്കിൽ ഡോളറും യൂറോയും തമ്മിലുള്ളത്. ഓക്കെ, ഇതെല്ലാം ഡോളറിനെ കമ്പൈൻ ചെയ്ത് വരുന്ന പേയേഴ്സ് ആയതുകൊണ്ടോ എല്ലാം വൈസ് വേഴ്സയാണ് ഈ ഒരു പേയേഴ്സിൻ്റെ ഇത് വരണേ. ഓക്കെ, സോ നമുക്ക് സ്റ്റോക്സിൽ നമ്മൾ ബീറിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോളറിൽ എന്ത് ചെയ്യുക, നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക ആ ഒരു മൂവും റണ്ണും പിന്നെ അതിൻ്റെ ഒരു ബുള്ളിഷ്നെസ്സും നോക്കിയിട്ട്. ഓക്കെ, സോ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഹോൾ ഓർഡർ ഫ്ലോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സെർട്ടൺ എന്താ പറയുക, ഒരു റിജക്ഷൻ ബ്ലോക്ക് ആയിരുന്നു. അങ്ങോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് ആ ഒരു റിജക്ഷനിൽ മാർക്കറ്റ് ഈ ഒരു എൻവോഗിനെ ഇൻവേഴ്സ് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ബി സിയിലോട്ട് റീടെസ്റ്റ് ചെയ്ത് ഇവിടുന്ന് ഒരു ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പൊക്കെ ഇവിടെ ഒരു ഇനീഷ്യൽ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് എക്സ്പാൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. അതിലോട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ള ലെത്താർജിക് റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു വോളിയം ബാലൻസ് ആണ്. സോ ഇതും നമുക്ക് ആഡപ്പ് ചെയ്യാം. ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിൻ്റെ അപ്പർ ക്വാഡ്രൻറ്റിൽ പോലും മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിൽ ഒരിക്കലും മിഡ് പോയിന്റിലോട്ട് മാർക്കറ്റ് വരാൻ പാടില്ല. മാക്സിമം ഈ ഒരു അപ്പർ ക്വാഡ്രൻറ്റിലോട്ട് മാർക്കറ്റ് വരാൻ പാടുള്ളൂ. സോ ഈ ഒരു സിനാരിയോയിൽ അങ്ങോട്ട് പോലും മാർക്കറ്റ് വന്നിട്ടില്ല. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. കാരണം ഇവിടെ പാസ് അപ്പ്, പാസ് ഡൗൺ ആൻഡ് പാസ് അപ്പ് ആണ്. സോ ഈ ഒരു സെർട്ടൺ ഏരിയ എഫിഷ്യൻ്റ്ലി ഡെലിവേർഡ് ആണ്. ഇനി മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ അടിയിലോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പും കൂടിയാണ്. ഇങ്ങോട്ട് വന്ന് ചുമ്മാ മാർക്കറ്റ് സമയം കളയേണ്ട ആവശ്യമില്ല. ഇഫ് മാർക്കറ്റ് ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിൽ നിന്നൊക്കെ മാർക്കറ്റ് എഫിഷ്യൻ്റ്ലി ഡെലിവേർഡ് ആയ പോയിന്റിൽ നിന്നൊക്കെ മാർക്കറ്റ് എന്ത് ചെയ്യുക, മാർക്കറ്റിന് സഡൻലി എക്സ്പാൻഷൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, സോ ഞാൻ മെയിൻലി നോട്ട് ചെയ്ത ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് അത് എടുത്തതിന് ശേഷം എൻ്റെ മെയിൻ ഒരു വ്യൂ എന്ന് പറഞ്ഞിരുന്നാൽ ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ്, എക്സാക്ട്ലി ഈ ഒരു മീൻ ത്രഷോൾഡ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിക്കിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെൻറ്റ് ലെവൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോട്ട് ചെയ്ത ലെവൽസ് ഈ ഒരു ബൈ സൈഡൊക്കെ ആയിരുന്നു. സോ ഞാൻ തേഴ്സ്ഡേ കഴിഞ്ഞ് ഫ്രൈഡേ ഈ ഒരു മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ ലണ്ടനിൽ തന്നെ നല്ലൊരു മൂവ് ഈ ഒരു വീക്ക്ലി മീൻ ത്രഷോൾഡൊക്കെ ഫെയിൽ ചെയ്തിട്ട് നല്ലൊരു മൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിബിനൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത ലെവൽസ് ആയിരുന്നു. ഈ ഒരു സിബിനൊക്കെ അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സിബിനൊക്കെ പ്രീമിയം സിബിനൊക്കെ മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ട് നല്ല രീതിക്ക് ബുള്ളിഷ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പോൾ എന്തായാലും ഉറപ്പായും ഡോളർ നല്ല രീതിക്ക് ബുള്ളിഷാണ്. സ്റ്റോക്സ് നമുക്ക് നല്ല രീതിക്ക് ഒരു ഫോൾ തരണം എന്നുള്ളത് മാർക്കറ്റ്, അതായത് പ്രീമിയം കീ ലെവൽസിൽ നിന്നൊക്കെ മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ബുള്ളിഷ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു മേജറായിട്ടുള്ള കീ ലെവൽസൊക്കെ ഫെയിൽ ചെയ്തിട്ട്. സോ ഹവർലിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വീക്ക്ലി മാർക്ക് ചെയ്ത് വിക്കിൻ്റെ കോൺസ്റ്റന്റ് എൻക്രോച്ച്മെൻറ്റ് ലെവലിൽ നിന്നാണ് എക്സാക്റ്റ് ഈ റിട്രേസ്മെൻറ്റ് എന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതും റാൻഡംനെസ് ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റാൻഡംനെസ് ഒരിക്കലും ഒന്നിൽ കൂടുതൽ വട്ടം നടക്കത്തില്ലല്ലോ. സോ ഇത് എക്സാക്ട്ലി ആ ഒരു കോൺസ്റ്റന്റ് എൻക്രോച്ച്മെൻറ്റ് ലെവലിൽ നിന്ന് മാർക്കറ്റ് റിട്രേസ് ചെയ്ത് എന്നിട്ട് ഈ ഒരു ബിസി ഇത് വീണ്ടും ലോങ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിക്ക് ബുള്ളിഷ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇതായിരുന്നു ഡോളറിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, ഡോളർ നല്ല രീതിക്ക് ബുള്ളിഷ് ആയിരുന്നു. സോ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് സ്റ്റോക്സിലും ആ ഒരു ബിയറിഷ്നെസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഡോളറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോളറാണ് റിയൽ ഇൻഡിക്കേറ്റർ ഫോർ യുവർ ട്രേഡ്.
ഓക്കെ, നിങ്ങൾ ഈ ഒരു എന്താ പറയുക, നിങ്ങൾ സെഷൻ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ മാക്രോൺ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമുക്ക് മേജറായിട്ട് നമ്മൾ ഒരു ട്രേഡ് പുഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഈ ഒരു ഡോളർ ഇൻഡെക്സ്. ഡോളർ ഇൻഡെക്സ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്സ് അടിയിലോട്ട് വരണം. അതൊരു റിസ്ക് ഓഫ് ഫാക്ടറാണ്. കാരണം അതിൽ റിസ്ക് ഇല്ല, കാരണം വൈസ് വേഴ്സ ആയിട്ടാണ് മൂവ് ചെയ്യണേ, കറക്റ്റ് കോറിലേഷനിലാണ് മൂവ് ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് റിസ്ക് ഓൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറും സ്റ്റോക്സും മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് റിസ്ക് ഓൺ ഫാക്ടറാണ്. അങ്ങനത്തെ സിനാരിയോകളിൽ ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. കാരണം മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് കൈൻഡ് ഓഫ് എന്താ ഒരു ഡിഫിക്കൽട്ടായിരിക്കും മാർക്കറ്റിന് മൂവ് ചെയ്യാൻ. ഓക്കെ, സോ ഇതാണ് റിസ്ക് ഓഫ് ഫാക്ടർ. ഏതൊരു ബിഗിനർ ട്രേഡർ അല്ലെങ്കിൽ ഏതൊരു എക്സ്പേർട്ട് ട്രേഡർ ആയാൽ പോലും ഡോളറിൻ്റെ കാര്യം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം ഡോളർ അത്രയും ബെനിഫിഷ്യലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ 1 മിനിറ്റിലൊക്കെ പോയിട്ട് ഈ ടിക്സിൻ്റെ ഡിഫറൻസ് ഒക്കെ, കാരണം ഡോളർ ടിക്സിൽ മുകളിലോട്ടും സ്റ്റോക്സ് ടിക്സിൽ മുകളിലോട്ടും വന്നു കഴിഞ്ഞാൽ അത് കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. ടിക്സിൻ്റെ ഡിഫറൻസിയേഷൻ ഒന്നും കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു റണ്ണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ റണ്ണിൽ നമുക്ക് റിസ്ക് ഓഫ് ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സോ ഇതായിരുന്നു ഡോളറിൻ്റെ കേസ്. സോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ ഡോളറിനെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡോളറിൻ്റെ ഓർഡർ ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നാസിലും കാര്യങ്ങളൊക്കെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. സോ യൂറോയുടെ കേസ് പറയുന്നത് യൂറോ ഡയറക്റ്റ്ലി വൈസ് വേഴ്സ്ഡ് ആയിട്ടുള്ള ഇതാണ് ഡോളറിനായിട്ട്. സോ ഈ ഒരു പ്രീമിയം വിക്കിൻ്റെ കോൺസെൻട്രേഷൻ ലെവലിൽ നിന്ന് മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ട് അവിടുന്ന് മാർക്കറ്റ് ഇതൊരു എൻവോഗാണ്. ഈ ഒരു എൻവോഗിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ ഒരു എൻവോഗ് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എൻവോഗിൻ്റെ ലോവർ ക്വാഡ്രൻറ്റിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു മിഡ് പോയിന്റിലോട്ട് മാർക്കറ്റ് വരാൻ പാടില്ല. ഐ തിങ്ക് ഈ ഒരു ലോവർ ക്വാഡ്രൻറ്റിൽ നിന്ന് വരെ മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് എക്സ്ട്രീംലി മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി തന്നിട്ട് മാർക്കറ്റ് നല്ല രീതിക്ക് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഇൻവേർഷനിൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു SMT കൂടി ഫോം ചെയ്തിട്ട് നമുക്ക് കറൻ്റ്ലി ഫോം ചെയ്തിട്ടുള്ള കറൻറ്റ് ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിനൊക്കെ മാർക്കറ്റ് ഫെയിൽ ചെയ്തിട്ട് നല്ല രീതിക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഡോളർ ഇസ് എക്സ്ട്രീംലി ബുള്ളിഷ്, സോ വി ക്യാൻ എക്സ്പെക്ട് യൂറോ ഫോർ മെൽറ്റിംഗ്. ഓക്കെ, സോ ഇതായിരുന്നു യൂറോയുടെ സിനാരിയോ. ഇനി ഗോൾഡിൻ്റെ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോകണമെന്നുള്ളൂ, ആസ് എ ബിഗിനർ ട്രേഡേഴ്സ് നിങ്ങൾക്ക് ഒരു ബെനിഫിഷ്യലാകാൻ വേണ്ടിയിട്ട്. സോ ഗോൾഡിൻ്റെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്രാഷ് എക്സാക്ട്ലി വന്ന് എൻഡപ്പ് ചെയ്തത് വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിലോട്ടാണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഈ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് വീണ്ടും ലോങ്സ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു ക്ലീൻ മൂവ് അല്ല, ബട്ട് കൈൻഡ് ഓഫ് കൺസോൾട്ടേഷൻ ആയിട്ട് പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ ആയപ്പോൾ വാർ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും മാർക്കറ്റ് വലിയൊരു മൂവും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. എന്നിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു എൻവോഗാണെന്ന് തോന്നുന്നു, അല്ല എൻഡോഗിലോട്ട് മാർക്കറ്റ് ഗ്രാവിറ്റേറ്റ് ചെയ്തിട്ട് അവിടുന്ന് പിന്നെ നമുക്കൊരു BPR ഒക്കെ ഫോം ചെയ്ത് BPRനെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് നല്ല രീതിക്ക് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡോളർ എക്സ്ട്രീംലി ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് എന്ത് ചെയ്യണം, അടിയിലോട്ട് വരണം. സോ ഈ ഒരു ലോസ്, അതേപോലെ തന്നെ ഈ ഒരു മീൻ ത്രഷോൾഡിനെ വാച്ച് ചെയ്യുക. ഈ ഒരു മീൻ ത്രഷോൾഡിനെ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയറിഷ്നെസ് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ ബിയറിഷാണ്, കാരണം നമുക്കിവിടെ ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പിന് ഇൻവേഴ്സ് ചെയ്താൽ തന്നെ നമ്മൾ ഓൾറെഡി ബിയറിഷാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി മാർക്കറ്റ് ഇപ്പോൾ ബിയറിഷ് സെൻറ്റിമെൻ്റ് ആണ്. സോ ഈ ഒരു മീൻ ത്രഷോൾഡിനെ ഫെയിൽ ചെയ്യണമെന്നില്ല, നമുക്ക് ബിയറിഷ് നോക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഗ്യാപ്പൊക്കെ നമുക്ക് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പിൻ്റെ ലോവർ ക്വാഡ്രൻറ്റിൽ നിന്നൊക്കെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അത് എക്സ്ട്രീംലി ബിയറിഷാണ്. സോ അങ്ങനത്തെ ഓരോ സിഗ്നേച്ചേഴ്സ് ലെവൽസിനൊക്കെ നിങ്ങൾ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കുക. അതൊക്കെയാണ് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു അൽഗോരിതം നിങ്ങൾക്ക് സിഗ്നിഫൈ ചെയ്യണ ലെവൽസ്. സോ നിങ്ങൾ എക്സ്ട്രീംലി ബുള്ളിഷ് ആണോ അതോ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു എൻവോഗാണ്. ഓക്കെ, മാർക്കറ്റ് കൺസോൾട്ടേഷൻ ഡേ ആണ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ന്യൂ വീക്ക് ഓപ്പണിംഗ് ഗ്യാപ്പിൻ്റെ ഏരിയ തൊട്ട് മാർക്കറ്റ് വിടത്തില്ല. ഓക്കെ, മാർക്കറ്റ് ചുമ്മാ അവിടെ കിടന്ന് വീണ്ടും താഴത്തോട്ട് വന്ന് ഈ ഒരു എൻവോഗ് പറ്റി പിടിച്ച് മാർക്കറ്റ് ഇരുന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ആക്ച്വൽ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ എൻവോഗാണ് റിയൽ ലിക്വിഡിറ്റി. ഓക്കെ, ഇത് ലിക്വിഡിറ്റി വോയിഡാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഫെയർ വാല്യുവേഷൻ ലെവൽ. മാർക്കറ്റിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലെവലാണ് ഈ ഗ്യാപ്സ്. ഓക്കെ, ആ പെർട്ടിക്കുലർ ഏരിയയിൽ ട്രേഡിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല. സോ മാർക്കറ്റിന് അവിടെ വന്ന് ചുമ്മാ വന്ന് ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്തെങ്കിൽ പോലും മാർക്കറ്റ് ചുമ്മാ അവിടെ വന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം മാർക്കറ്റിൻ്റെ ഫെയർ വാല്യുവേഷൻ ലെവലാണ് ഈ ലെവൽ. സോ നമുക്ക് വലിയ വോളിയം ഇല്ലാത്ത അല്ലെങ്കിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചുമ്മാ ഈ ഒരു ലെവൽസിലോട്ട് ചുമ്മാ ഗ്രാവിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം മാർക്കറ്റിന് ഈ ഒരു ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഏരിയ ബ്രേക്ക് ത്രൂ ചെയ്ത് പോകാനുള്ള പവർ ഉണ്ടാവത്തില്ല. മാർക്കറ്റ് ചുമ്മാ അവിടെ കളിച്ചുകൊണ്ടിരിക്കും. സോ അതാണ് ഈ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ലെവൽ ഇത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് എക്സ്ട്രീംലി ബിയറിഷ് ആണോ അതോ മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ബയാസിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വൺസ് ഈ ഒരു ഇൻവേർഷൻ മാർക്കറ്റ് നല്ല രീതിക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് തരാം. നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഡയറക്റ്റ്ലി അടിയിലോട്ട് വന്ന് ഇവിടെ ക്ലോസ് ചെയ്ത് ഓക്കെ ഈ ഒരു ഒബിയുടെ മീൻ ത്രഷോൾഡിലും ഫെയിൽ ചെയ്ത്. സോ നമുക്ക് മനസ്സിലായി ഓക്കെ എക്സ്ട്രീംലി ബിയറിഷ് ആണെന്നുള്ളത്. എന്നിട്ട് മാർക്കറ്റ് അഥവാ ഒരു റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ കഴിയുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്യാപ്പാണ്. ഇതൊരു വോളിയം ബാലൻസ് ആണ്. സോ നമുക്ക് വോളിയം ബാലൻസ് അറിയാലോ, വോളിയം ബാലൻസ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലെവലാണ്. സോ വോളിയം ബാലൻസിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു ഇതാണ് ഒരു പെട്ടെന്നുള്ളൊരു സെൻറ്റിമെൻറ്റ് കിട്ടും. അതായത് മാർക്കറ്റ് അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ലെവൽസാണ് ഇതൊക്കെ. സോ മാർക്കറ്റ് ഒരു റീടെസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു IFEGയുടെ മിഡ് പോയിൻറ്റിലോട്ട് മാർക്കറ്റ് വരാൻ പാടില്ല. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു വോളിയം ബാലൻസിലോട്ട് വന്നിട്ട് മാർക്കറ്റിന് സഡൻലി അടിയിലോട്ട് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഇനി വോളിയം ബാലൻസിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ ഈ വിക്കിൻ്റെ ക്വാഡ്രൻസ് അല്ലെങ്കിൽ ഈ വിക്കിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ തട്ടിയിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യുക എക്സ്ട്രീം അല്ലെങ്കിൽ ഈ ഒരു IFEGയുടെ ലോവർ ക്വാഡ്രൻറ്റിൽ നിന്നൊക്കെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് അടിയിലോട്ട് വരാം. കാരണം മാർക്കറ്റ് എക്സ്ട്രീംലി ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, എങ്ങനെയാണ് നിങ്ങളൊരു മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഇത് നിങ്ങൾ റീഡ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു IFEGയുടെ കേസ് മാത്രമല്ല, നിങ്ങൾക്കൊരു OBയുടെ കേസായാലും അല്ലെങ്കിൽ OBയുടെ സെൻസിറ്റീവ് ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിക്കിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്, ഈ ഒരു ബോഡിയുടെ ഓപ്പണിംഗ് പ്രൈസ്, ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡൊക്കെയാണ്. ഈ 3 ലെവൽസാണ് നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്കിൻ്റെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. സോ അതൊക്കെയാണ് നമുക്ക് ഗോൾഡിൽ പറയാനുള്ളത്. സോ ഗോൾഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ലോവർ പ്രൈസസ് ആണ്, കാരണം ഡോളർ എക്സ്ട്രീംലി ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ. സോ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക. കാരണം ഐ തിങ്ക് സംതിങ് ബിഗ് ഈസ് കമ്മിങ് ഓൺ. സോ പ്ലീസ് ബി കെയർഫുൾ. ഗോൾഡ് നല്ല രീതിക്ക് ഒരു ഫോൾ തരാനുള്ളൊരു പ്രോബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. സോ ഇനി നാസിൻ്റെ കേസിലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് MNQയിൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രീവിയസ് ക്വാർട്ടർ ലോനെ MNQ ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മൈൻഡിൽ നിങ്ങൾ ഈ ഒരു നാസ് 100 ചാർട്ടിനെ കാണുക. സോ ഈ ഒരു ലോ ആക്ച്വലി ഈ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, പ്രീവിയസ് ക്വാർട്ടർ ലോൺ എടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഇതിൽ കാണാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ക്ലാരിഫൈ ചെയ്ത് തരാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്യാൻഡിൽ ഈ ഒരു പ്രീവിയസ് ക്വാർട്ടർ ലോൺ എടുത്തിട്ടുണ്ട്. സോ ആ ഒരു മൈൻഡിൽ തന്നെ ഈ ഒരു ചാർട്ടിനെയും കാണാം. സോ നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് പ്രീവിയസ് ക്വാർട്ടർ ലോനെ വരെ മാർക്കറ്റ് എടുത്തിട്ട് നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്കറ്റ് ഇനിയല്ല ഈ ഒരു അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബൈ സ്റ്റോപ്സിലെല്ലാം മാർക്കറ്റ് ടേക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലായിരിക്കും നിങ്ങൾ ഫെർദറായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നു, ഞാൻ ന്യൂട്രൽ ബയാസാണ്. എനിക്ക് ബുള്ളിഷ് പോകാനായിട്ട് മാർക്കറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് അല്ലാണ്ട് എനിക്ക് ബുള്ളിഷ് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് ഫെയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇനി അതൊന്നും വേണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലോട്ട് ഒരു ബോഡി ക്ലോസിങ് വരണം, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലോട്ടെങ്കിലും എനിക്ക് ബോഡി ക്ലോസിങ് വരണം. ഇനി അതും പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മീൻ ത്രഷോൾഡിൻ്റെ മുകളിലോട്ട് ഈ ഒരു മീൻ ത്രഷോൾഡിനെ ഫെയിൽ ചെയ്യണം. ഇതിനൊക്കെ ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു പ്രീവിയസ് ക്വാർട്ടറിൻ്റെ ഹൈനെ ഞാൻ ടാർഗറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ചുമ്മാ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് തന്നിച്ചിട്ട് നമുക്ക് ബുള്ളിഷനെസ് ഓൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എക്സാക്ട്ലി നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു OBയുടെ
മീൻ ത്രഷോൾഡിൽ നിന്നാണ് മാർക്കറ്റ് ഈ ഒരു റിട്രേസ്മെൻറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു റിട്രേസ്മെൻറ്റ് തന്ന് ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് വന്ന് ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷോർട്ട്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ തേഴ്സ്ഡേയുടെയും ഫ്രൈഡേയും ഈ ഒരു വീഡിയോ ലെങ്തി വീഡിയോ ആവുമെന്ന് എനിക്കറിയത്തില്ല. സോ ഇതെല്ലാം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. സോ നമുക്ക് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ പ്രൈസ് ആക്ഷനിലോട്ട് വരാം. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എക്സ്ട്രീംലി രണ്ട് ക്യാൻഡിൽസും അല്ലെങ്കിൽ തേഴ്സ്ഡേ ഫ്രൈഡേ ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽസ് എക്സ്ട്രീംലി ബിയറിഷ് ആയിരുന്നു. കാരണം ഡോളർ നമുക്ക് നല്ല രീതിക്ക് ബുള്ളിഷ് ആയിരുന്നു. സോ ഇതാണ് നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ, ഡോളറാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻ. സോ അതിന് ബേസ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളും പുഷ് ചെയ്യുക. ഓക്കെ, സോ തേഴ്സ്ഡേയിലെ കാര്യം പറയണമെന്നുണ്ട്. തേഴ്സ്ഡേ നമുക്ക് ഇവിടെ ഒരു CB എന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റ് ഷോർട്ട്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടേർട്ടിൽ സൂപ്പ് തന്നിട്ട് ടേർട്ടിൽ സൂപ്പ് പ്രീ മാർക്കറ്റ് ചെയ്ത് തന്നിട്ടാണ് മാർക്കറ്റ് അടിയിലോട്ട് വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പ്രത്യേകിച്ച് SMT കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് SMT ഇല്ലാണ്ടാണ് ഈ ഒരു എക്സ്ട്രീം ഫോൾ മാർക്കറ്റ് തന്നിട്ടുള്ളത്. സോ ഇങ്ങനത്തെ സിനാരിയോകളിൽ ഡോളറാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻ. ഓക്കെ, നിങ്ങൾ SMTനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണ ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ SMT കിട്ടിയാൽ മതി. ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഡോളർ ഇൻഡിക്കേഷൻ തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് SMTൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാ പെയർസും എക്സ്ട്രീംലി വീക്കാണെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി 15 മിനിറ്റ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ചെയ്ത് നല്ലൊരു ഫോള് തന്ന് ഇനി 5 മിനിറ്റ്സിൽ ഞാൻ ഈ ഒരു ഓർഡർ ഫ്ലോ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രീ മാർക്കറ്റിൽ തന്നെ ഈ ഒരു ഓർഡർ ഫ്ലോ റീഡ് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പിന് അൺഫിൽഡ് ആക്കിയിട്ട് ഈ ഒരു ബ്രേക്കറിൽ നിന്ന് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഇറങ്ങി. സോ അത് എക്സ്ട്രീംലി ബിയറിഷ് ആണ്. കാരണം ഈ ഒരു ലോവർ ക്വാഡ്രന്റിൽ നിന്ന് പോലും മാർക്കറ്റ് വരാണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രേക്കറുടെ ഒക്കെ എക്സ്ട്രീം സെൻസിറ്റീവ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോന്ന് ടാപ്പ് ചെയ്ത് പോയി. ഈ ലോന്ന് ടാപ്പ് ചെയ്ത് പോകണമെന്ന് അതായത് എക്സ്ട്രീം സെൻസിറ്റീവ് ബിയറിഷ്നെസ് സിഗ്നലാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ബോഡിയുടെ ഓപ്പണിംഗ് പ്രൈസും എക്സ്ട്രീം ബിയറിഷ് ഇതാണ്. സോ ഇവിടെ നിന്നൊക്കെ ടാപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത്രയും ഇൻഡിക്കേഷൻ തരികയാണ്. സോ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഫോളോ ചെയ്ത് എന്നിട്ട് ഒരു റിട്രേസ്മെൻറ്റ് 9:30 ഇതാണ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. 9:30 ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഞാൻ നോക്കിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് എക്സാക്റ്റ് OBയുടെ മീൻ ത്രഷോൾഡ് ഇതാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഷോർട്ട്സ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് സ്മാർട്ട് മണി. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 9:30 ഇവിടെ 9:30 ഓപ്പൺ ചെയ്ത് ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി പേര് ലോങ്സ് പോയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എൻട്രി. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇത് ബ്രേക്ക് അവേ ഗ്യാപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് എന്നിട്ട് നിങ്ങളെ എൻട്രി ലിമിറ്റ് ഓർഡർ ഇവിടെ വെച്ച് നിങ്ങളെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെലോ അങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ വെച്ച്, അല്ലെങ്കിൽ ഇതൊരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ളൊരു CBs ആണ്. സോ നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങൾ ഈ ഒരു എൻട്രി എടുത്ത് ടെക്സ്റ്റ് ബുക്ക് എൻട്രി മാർക്കറ്റ് അത് ഫെയിൽ ചെയ്ത്. സോ ഇത് ഫെയിൽ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോ ഈസ് എക്സ്ട്രീംലി ബിയറിഷ്. സോ ഈ സിനാരിയോകളിൽ ഞാൻ ഓർഡർ ഫ്ലോ പേഴ്സണലി റീഡ് ചെയ്ത് ഈ ഒരു OBയുടെ ഈ ഒരു സെൻസിറ്റിവിറ്റി ലെവലിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മീൻ ത്രഷോൾഡിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് എന്നിട്ട് മാർക്കറ്റ് ഒരുപാട് പേര് ഇവിടെ ലോങ്സിൽ ഇൻവൈറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് ഷോർട്ട്സ് അക്യുമുലേറ്റ് ചെയ്ത് ഇവിടെ ഒരു SMT ഫോം ചെയ്ത് ഞാൻ ഫസ്റ്റ് പ്രസൻറ്റഡ് FEG ഞാൻ നോട്ട് ചെയ്തായിരുന്നു. വൺസ് ഫസ്റ്റ് പ്രസൻറ്റഡ് FEG ഫെയിൽ ചെയ്ത സമയത്താണ് എൻ്റെ എൻട്രി ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോറി, എൻ്റെ ഇത് ഇച്ചിരി ലാഗാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് പ്രസൻറ്റഡ് FEG ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരുന്നു എൻ്റെ ഒരു എൻട്രി വന്നിട്ടുള്ളത്. ഈ ഒരു എൻട്രിയുടെ സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റും ഇതിനുള്ള റീസണും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എൻ്റെ എൻട്രി ഇവിടെ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ
എൻ്റെ എൻട്രി എക്സിക്യൂട്ട് ആവൽ ഈ ഒരു ഫസ്റ്റ് പ്രസൻറ്റ് എഫിജിനെ ഇൻവേഴ്സ് ചെയ്തിട്ട് ഈ ഒരു റീടെസ്റ്റിലാണ്. ഈ ഒരു റീടെസ്റ്റിൽ ഞാൻ ഒരുപാടൊന്നും മുകളിലോട്ട് വരാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രീംലി ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇൻവേർഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രസൻറ്റ് എഫിജിൻ്റെ ലോവർ ക്വാഡ്രൻറ്റിൽ നിന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. ഈ ഒരു മിഡ് പോയിന്റിലോട്ട് മാർക്കറ്റ് വരാൻ പാടില്ല. ഓക്കെ, അത് മാത്രമല്ല ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചാണ്. വൺസ് അത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് മാത്രമല്ല നമുക്കിവിടെ വോളിയം ബാലൻസ് ഉണ്ട്. വോളിയം ബാലൻസ് എക്സ്ട്രീം സെൻസിറ്റീവ് ലെവലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് എക്സ്ട്രീമായിട്ട് ബിയറിഷ്നെസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും ഇൻഡിക്കേഷനാണ് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അൽഗോരിതം ഇവിടെ കാണിച്ച് തന്നിട്ടുള്ളത്. സോ ഈ ഒരു ഇൻഡിക്കേഷനിലാണ് ഞാൻ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഹൈയിൽ എൻ്റെ സ്റ്റോപ്സ് വെക്കുക. സോ അതൊക്കെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ്, നിങ്ങളെ ഒരു ഇതാണ്, നിങ്ങളെവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണം അല്ലെങ്കിൽ ഇത് വെക്കണം എന്നുള്ളത്. നിങ്ങൾ ഒരിക്കലും ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നിന്ന് കൊണ്ടുപോയി വെക്കരുത്. കാരണം അത് നിങ്ങൾ ട്രേഡ് എടുത്തതിന് പ്രത്യേകിച്ച് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ സ്റ്റോപ്സ് നിങ്ങൾ എൻട്രി പോയിൻറ്റിനെ പോലെ അതിലേറെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റിന്. ഒരിക്കലും നിങ്ങളെ സ്റ്റോപ്സ് ഒരുപാട് മുകളിലോട്ടും ഒരുപാട് ടൈറ്റായിട്ടും ഒരുപാട് മുകളിലോട്ടും കയറ്റി വെക്കാൻ പാടില്ല. ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് വേണം. ഇവിടുന്ന് നമുക്ക് ലോവർ ക്വാഡ്രൻറ്റ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ മിഡ് പോയിൻറ്റിലോട്ട് നിങ്ങളെ സ്റ്റോപ്സ് വെക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ഒരു ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് ഇനി മേ ബി ഒരു മിഡ് പോയിൻറ്റിലോട്ടും വന്നേക്കാം. മാർക്കറ്റ് ആണ് മേ ബി മാർക്കറ്റിന് ഒരു സ്പേസ് അല്ലെങ്കിൽ മാർക്കറ്റ് അവിടെ ഒരു ഇനീഷ്യലായിട്ടൊരു കൺസോൾട്ടേഷൻ അങ്ങനെ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, സോ എപ്പോഴും നിങ്ങളൊരു മീനിങ് ഫുള്ളായിട്ട് നിങ്ങളൊരു സ്റ്റോപ്സ് ഈ ഒരു ഫസ്റ്റ് പ്രസൻറ്റ് എഫിജിൻ്റെ ഒരു മുകളിലായിട്ട് നിങ്ങൾ വെക്കുക. എന്നിട്ട് എൻ്റെ ടാർഗറ്റ് ഞാൻ ചെയ്തത് ഈ ഒരു ഒറിജിനൽ കൺസോൾട്ടേഷൻ്റെ ലോനായിരുന്നു. സോ ഞാനിവിടെ എൻ്റെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ഇതെനിക്ക് ഏകദേശം ഒരു 1:3.5 റിസ്ക് റിവാർഡ് എൻട്രി ആയിരുന്നു. ഞാൻ ചെറിയൊരു മൂവേ ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇതൊരു വലിയൊരു ലിക്വിഡിറ്റി പൂളാണ്. സോ മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നേക്കാം. സോ ഇനി ഈവൻ ദോ ഓർഡർ ഫ്ലോയിൽ റൺ ചെയ്താൽ പോലും എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം പിന്നെ മാർക്കറ്റ് നടന്നുള്ള റിട്രേസ്മെൻറ്റ് പിന്നെ വീണ്ടും താഴത്തോട്ട് പോയി. പിന്നെ ഈ ഒരു എൻവോഗിൻ്റെ ഹൈനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് വന്ന് അങ്ങനെ ഒരു ലത്താർജിക് മൂവ് ഒരു ഇതായിരുന്നു തന്നുകൊണ്ടിരുന്നത്. സോ ഈ ഒരു എക്സിറ്റ് എക്സ്ട്രീംലി ബെനിഫിഷ്യൽ ആയിരുന്നു. സോ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്ത് ഇനി അടുത്ത ട്രേഡ് ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരുന്നു. ഇവിടെ എനിക്ക് ഇവിടെ എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു SMT കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈന് ES ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നോക്കിയ ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രേക്ക് അവേ ആപ്പാണ്. ഇങ്ങോട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഇൻവേർഷനാണ്. ഈ ഒരു ഇൻവേർഷൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് ഓക്കെ, ഈ ഒരു ഇൻവേർഷൻ വൺ സ്കാനിൽ ലീവ് ചെയ്ത് മാർക്കറ്റ് മിഡ് പോയിന്റിലോട്ട് കോൺസെൻട്രേഷൻ ലെവലിലോട്ട് മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് ലീവ് ചെയ്ത് ഈ ലീവ് ചെയ്ത സമയത്ത് ഞാൻ ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഇൻവേർഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻവേർഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻട്രി ചെയ്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കിൽ നിന്നാണ്. ഓക്കെ, ഈ ഒരു സസ്പെൻഷൻ ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ സിബി ഈ ഒരു ലെവലിൽ നിന്ന് ഞാനിവിടെ എൻ്റർ ചെയ്ത് ഈ ഒരു വോളിയം ബാലൻസിൽ എൻ്റർ ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സെൻസിറ്റീവ് ലെവലാണ്. മാർക്കറ്റ് അത്രയും വിയറിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലത്താർജിക്ക് റിട്രേസ്മെൻറ്റ് തരേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ എൻ്റർ ചെയ്ത് എന്നിട്ട് എൻ്റെ സ്റ്റോപ്സ് ഞാനൊരു ക്യാൻഡിൽ ഹൈയിൽ വെച്ച്. കാരണം ഇതൊരു FEGയുടെ ഹൈ ആണ്. സോ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു ഇൻവേർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇൻവേർഷൻ്റെ ലോവർ ക്വാഡ്രൻറ്റിൽ നിന്നാണ് മാർക്കറ്റ് റിജക്ട് ചെയ്തിട്ടുള്ളത് മിഡ് പോയിന്റിലോട്ട് വന്നിട്ടുള്ള. സോ ഇവിടെ ഞാൻ ഒരുപാട് ഇൻഡിക്കേഷൻസ് ഞാൻ ഈ ഒരു സ്റ്റോപ്പ് പ്ലേസ്മെൻറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ സ്റ്റോപ്സ് ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഇതുണ്ട്. എൻ്റെ സ്റ്റോപ്സ് അധികം വരാറ് 20-25ൻ്റെ ഇടയിലാണ്. 20 ആണ് മാക്സിമം വരാറ്. സോ ഇവിടെ 25 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ് വരാൻ കാരണം എൻ്റെ ഇതിന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഇതുണ്ട്. കാരണം പ്രൈസ് ഈ ഒരു മിഡ് പോയിന്റിലോട്ട് റീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിബിനും ഫെയിൽ ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല പ്രൈസ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കണം എന്താണ്, മാർക്കറ്റ് ക്യാൻഡിൽ വിക്ക് വെച്ചിട്ടാണ് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ ബോഡി ക്ലോസിങ് എല്ലാം ഇതിൻ്റെ അടിയിലോട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു വോളിയം ബാലൻസിൻ്റെ. സോ എന്നിട്ട് ഈ ഒരു ട്രേഡിൻ്റെ ടാർഗറ്റ് വന്നിട്ടുള്ള ഹവർലി ഡിസ്കൗണ്ട് വിക്കിൻ്റെ ഈ ഒരു ഹവർലി ഡിസ്കൗണ്ട് വിക്കിൻ്റെ 0.25 ലെവലിൽ നിന്നാണ് ഞാൻ പ്രോഫിറ്റ്സും കാര്യങ്ങളും ബുക്ക് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. ഈ ഒരു ലെവൽ, ഈ ഒരു 0.25 ലെവലിൽ നിന്നാണ് എൻ്റെ പ്രോഫിറ്റ്സും കാര്യങ്ങളും ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് കൺഫ്യൂസിങ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻസ് യൂസ് ചെയ്യാം. അത് നിങ്ങളെ എക്സിക്സും എൻട്രീസും നിങ്ങൾ എൻട്രീസ് അല്ല, എക്സിക്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കും. സോ ഈ ഒരു ലെവൽ എക്സാക്ട്ലി സ്റ്റാൻഡേർഡ് ഡിവിഷൻ ലെവൽ 2 എന്നാണ് മാർക്കറ്റ് ഈ ഒരു പോയിന്റ് ഏരിയ കാണിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ലെവൽസാണ് ഈ വിക്സിൻ്റെ ക്വാഡ്രൻസ്. സോ ഇത് നിങ്ങൾ ടാർഗറ്റ്സിന് ബെനിഫിഷ്യൽ ആയിരിക്കും ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെവൽസും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷനെ കുറിച്ച് പറയാം. ഇനി ഫ്രൈഡേയിലെ പ്രൈസ് ആക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ ആക്ച്വലി നല്ലൊരു ട്രേഡിംഗ് ഡേ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള CB-ന്നാണ് മാർക്കറ്റ് 9:30 മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു ഫ്രൈഡേ ഇവിടെ ലോങ് പോയവരും ഉണ്ട്, ഷോർട്ട് പോയവരും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. സോ ES ആക്ച്വലി ഈ ഒരു ക്യാൻഡിലെ ലോൺ എടുത്തിട്ടില്ല. NQ ഈ ക്യാൻഡിലെ ലോൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബിസിനെ മാർക്കറ്റ് റീപ്രൈസ് ചെയ്തിട്ടുണ്ട് NQയിൽ. ESൽ ഈ ഒരു ബിസിലോട്ട് മാർക്കറ്റ് വന്നിട്ടേ ഇല്ല. സോ അതെന്താണ് 9:30 ശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. സോ അത് ഒരു സ്മാർട്ട് മണി കോറിലേഷനാണ്. അത് മാത്രമല്ല മാർക്കറ്റ് ഈ ഒരു ബ്രേക്കറിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു ബ്രേക്ക് അവേ ആപ്പുമാണ്, ഇതൊരു ഇൻവേർഷനുമാണ്. സോ മാർക്കറ്റ് ഈ ലെവൽസിൽ നിന്നെല്ലാം ഫെയിൽ ചെയ്തിട്ട് ഇവിടെ സ്മാർട്ട് മണി കോറിലേഷൻ തന്നിട്ട് നെക്സ്റ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ലെവൽ ഏതാണ്? ഈ ഒരു ബൈ സൈഡും ഈ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള CB ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ലെവൽ. കാരണം ഇവിടെ ആക്ച്വലി ഒരു ഓർഡർ ഫ്ലോ ആണ് കണ്ടിന്യൂ ചെയ്ത് പോകണേ. ഓക്കെ, ഇവിടെ ഒരു ഇൻവേർഷൻ മാർക്കറ്റ് ഞാൻ പ്ലോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത. ഓക്കെ, ഇവിടെ ഒരു ഇൻവേർഷൻ തന്ന് മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷ്നെസ് കാണിച്ച് എന്നിട്ട് ഇവിടെ ഒരു ബിസി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓർഡർ ഫ്ലോ എന്താണ് ഈ ഒരു CB-ലോട്ട് വരണം എന്നുള്ളതാണ്. കാരണം നമ്മൾ എക്സ്ട്രീംലി ബിയറിഷ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു CB റീബാലൻസ് റീപ്രൈസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു ബിസിലോട്ട് മാർക്കറ്റ് വന്ന് ഈ ഒരു ബിസിനെ മാർക്കറ്റ് റീപ്രൈസ് ചെയ്ത് ES ഇവിടെ ഫെയിൽ ചെയ്ത് എന്നിട്ട് നമുക്ക് 1 മിനിറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ 1 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാജിക്ക് കാണാൻ കഴിയും. ഓക്കെ, ES ഈ ഒരു ലോണ് ടേക്ക് ചെയ്തിട്ടില്ല, എനിക്ക് ഈ ഒരു ലോണ് ടേക്ക് ചെയ്ത് എക്സ്ട്രീംലി ടെക്സ്റ്റ് ബുക്ക് എൻട്രി ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂസ് അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഓക്കെ, 9:30 ഓപ്പൺ ചെയ്ത സമയത്താണ് ഈ ഒരു എൻട്രി ഫോം ചെയ്തിട്ടുള്ളത്. ഇതൊരു ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ്. നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 1 മിനിറ്റിൻ്റെ ചാർട്ട്, നിങ്ങൾക്ക് 30 സെക്കൻഡ്സിൻ്റെ ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി അടിയിൽ നിന്ന് നിങ്ങൾക്ക് ബൈ ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഈ ഒരു പെർട്ടിക്കുലർ 1 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിയാണ്. ഓക്കെ, ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കും നിങ്ങളെ സ്റ്റോപ്സ് എവിടെ വെക്കേണ്ടത്. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ക്യാൻഡിൽ ലോലോ അല്ലെങ്കിൽ ഇവിടെ ഒന്നും നിങ്ങൾക്ക് സ്റ്റോപ്സ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് എക്സ്ട്രീംലി നിങ്ങളെ ട്രേഡിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ടാർഗറ്റ് ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ട്രേഡിനെ എന്ത് ചെയ്യും, റിസ്ക് റിവാർഡിന് ഇൻവാലിഡേറ്റ് ചെയ്യും. കാരണം ഇത് ഈ ഒരു 1:2 പോലും പ്രോപ്പറായിട്ടില്ല. സോ എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെക്കുക. കാരണം ഒരിക്കലും നിങ്ങളുടെ ട്രേഡ് എന്താ പറയുക ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിനെ റീപ്രൈസും റീബാലൻസ് ചെയ്യാൻ വരേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ റിജക്ഷൻ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വരേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലെ ലോനെ മാർക്കറ്റ് ടേക്ക് ചെയ്യേണ്ട ആവശ്യം, ഈ ഒരു ബിസിനെ റീബാലൻസ് റീപ്രൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രൊജക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിനെ ടാർഗറ്റും ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു സിമെട്രിക്കൽ പോയിന്റ് എന്ന് അതിന് പറയാം, അതായത് -1 ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ടാർഗറ്റ് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു അൺമിറ്റിഗേറ്റഡുള്ള CB ആണ്. സോ നിങ്ങൾക്ക് ഈ ഓപ്പണിംഗ് പ്രൈസിൽ എന്ത് ചെയ്യുക ഒരു പാർഷ്യൽ ബുക്ക് ചെയ്തിട്ട് ബാക്കി ഇവിടെ നിന്ന് നല്ലൊരു പുഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ലെവലിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടാർഗറ്റ് വെക്കുക. ഓക്കെ, സോ ഇതായിരുന്നു ഫ്രൈഡേയിൽ ട്രേഡ്. ഇത് ഞാൻ പേഴ്സണലി ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടില്ല, കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, എനിക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇങ്ങനെയാണ് ഈ ഒരു ട്രേഡ്. ഞാൻ ഫ്രൈഡേ ഫ്രീ ആയിരുന്നെങ്കിൽ ഞാൻ ഈ ട്രേഡ് പുഷ് ചെയ്തേണ്ടേ. സോ ഇത് ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് എൻട്രി ആണ്. ഓക്കെ, ഇനി ഈ ഒരു സെല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ലിന് SMT കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഡിക്കേഷന് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇത് നോക്കിയായിരുന്നു, SMT കാര്യങ്ങൾ ഞാൻ പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെയാണ് ഞാൻ ഒരു SMT പിന്നെ കണ്ടിട്ടുള്ളത്. ഓക്കെ,
സോ നിങ്ങൾക്ക് ഇങ്ങനെ എസ് എം ടിയിൽ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു വ്യൂ എസ് എം ടിയിൽ നിങ്ങൾക്ക് കാണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഡിക്കേഷൻ എന്താണ്? ഡോളറാണ്. ഡോളർ എക്സ്ട്രീംലി ബുള്ളിഷ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്സും ബിയറിഷ് വരണം. സോ ഞാൻ ഈ ഒരു സെല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പാർട്ടിസിപ്പേഷൻ ഞാൻ ഇവിടെ ആയിരിക്കും എൻ്റർ ചെയ്യാൻ പോണേ. ഇതൊരു BPR ആണ്. ഈ ഒരു സിബിയിൽ ഞാൻ എൻ്റർ ചെയ്യും. എൻ്റെ സ്റ്റോപ്സ് ഞാൻ ഈ ക്യാനലിൽ ഹൈയിൽ വെക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ ലിമിറ്റ് ഇട്ട് വെക്കണം എന്നില്ല. നിങ്ങൾ വാച്ച് ചെയ്യുക മാർക്കറ്റിനെ. നിങ്ങൾക്ക് മാർക്കറ്റ് എക്സിക്യൂഷനിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ് തരുന്നുണ്ട്. ഓക്കെ, മൂവ് തന്ന് മാർക്കറ്റ് റിജക്ഷൻ ചെയ്യണ ലെവലിനെ നോക്കുക. ഇതൊരു BPR ആണ്. BPRയുടെ മിഡ് പോയിന്റിൽ നിന്നാണ് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യേണ്ടത്. സോ ഈ BPRയുടെ കൺസെപ്റ്റും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഫെർദറായിട്ട് നമ്മൾ റിലീസ് ചെയ്യണമായിരിക്കും. ഞാനും ജോഷി അബ്രും കൂടി ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ പ്ലാനപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ഒന്ന് പറയേണ്ടത്, അതായത് മാർക്കറ്റ് എക്സ്ട്രീംലി ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു BPRയുടെ മാർക്കറ്റ് ഫെയിൽ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യണതാണ് നല്ലത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു പ്രോപ്പറായിട്ടുള്ള റിജക്ഷന് വെയിറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഈ ഒരു BPRന്ന് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക? BPRന്ന് എൻ്റർ ചെയ്യുക, സെല്ല് ഇടുക, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ സെല്ല് ഇടുക. എന്നിട്ട് നിങ്ങളുടെ സ്റ്റോപ്സ് ഈ ഒരു ക്യാൻഡിൽ ഹൈയിൽ വെച്ചാൽ മതി. സോ ഞാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, ഈ റിജക്ഷൻ നോക്കും, ഈ BPRന്ന് ഫെയിൽ ചെയ്യണ്ടോ നോക്കും. സോ ഇങ്ങനത്തെ ലെവൽസിൽ നിന്നൊക്കെ നിങ്ങൾ മേജറായിട്ട് നിങ്ങൾ നോക്കുക പ്രൈസ് എങ്ങനെയൊക്കെയാണ് ഇവിടെ ബിഹേവ് ചെയ്യണമെന്നുള്ളത്. സോ ഇതിന് ടാർഗറ്റ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറിജിനൽ കൺസോൾട്ടേഷൻ്റെ ലോനെ ഞാൻ ടാർഗറ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ ഈ ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള BC ഉണ്ടല്ലോ 1 മിനിറ്റിൽ, അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു അൺമിറ്റിഗേറ്റഡ് ആയിട്ടുള്ള ലെവൽസ് ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ലെവലാണ് ഈ ഒരു അൺമിറ്റിഗേറ്റഡ് BC. സോ ഈ BCനൊക്കെ ടാർഗറ്റ് ചെയ്യാം നിങ്ങൾക്ക്. സോ ഇതായിരിക്കും എൻ്റെ ഫ്രൈഡേയിലെ ട്രേഡ്. ഈ ഒരു 2 ട്രേഡ് ഞാൻ എടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 1:5.3 1:4.3 ആണ് ഈ ഒരു ദിവസം ഫ്രൈഡേയിൽ ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളുടെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ. സോ അടിപൊളി വീക്കായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല മൂവ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ നല്ലൊരു നോളജും അത്യാവശ്യം എല്ലാവർക്കും ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കണം ഈ ഒരു വീഡിയോ കണ്ടോടുകൂടി. സോ ഫെർദറായിട്ട് നല്ല അടിപൊളി ട്രിക്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. മീനിങ് ഫുള്ളായിട്ട് സ്റ്റോപ്സ് വെക്കുക, മീനിങ് ഫുള്ളായിട്ട് ട്രേഡ് എടുക്കുക. ഓവറായിട്ട് പോയിട്ട് ബട്ടൺസും കാര്യങ്ങളൊന്ന് പുഷ് ചെയ്ത് നിങ്ങളെ കൺസെപ്റ്റിലില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ട്രേഡ്സിനെ വാലിഡേറ്റ് ചെയ്യണ ഒരു ട്രേഡ്സും കാര്യങ്ങളും പുഷ് ചെയ്യാണ്ടിരിക്കുക. മീനിങ് ഫുള്ളായിട്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഡോളറിനെ ഇൻവോൾവ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഡോളറിൻ്റെ ഓരോ മൂവ്സിനും ഇപ്പോൾ അതുമാത്രമല്ല, നിങ്ങൾ ഡോളറിനെ എങ്ങനെ റീഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ഓർഡർ ഫ്ലോനെ റീഡ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു റിട്രേസ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ ഒരു BCയിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ലെവൽസിലോട്ട് മാർക്കറ്റിൽ റെസ്പെക്റ്റ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഒരു OBയുടെ മീൻ ത്രഷോൾഡ് അല്ലെങ്കിൽ ഒരു OBയുടെ ബ്രേക്കർ എന്ന് മാർക്കറ്റ് റിജക്റ്റ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഇതിനെല്ലാം ഫെയിൽ ചെയ്ത് മാർക്കറ്റ് അടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്സ് മുകളിലോട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതിന് ബേസ് ചെയ്ത് നിങ്ങൾ സ്റ്റോക്സിൻ്റെ ഓർഡർ ഫ്ലോ റീഡ് ചെയ്യണം. ഒപ്പം തന്നെ ഡോളറിൻ്റെ ഓർഡർ ഫ്ലോയും കൂടി റീഡ് ചെയ്തിട്ട് പോവുക. ഡോളർ ഇസ് റിയൽ ഇൻഡിക്കേറ്റർ ഓർ റിയൽ ഇൻഡിക്കേഷൻ ഫോർ ദ ട്രേഡ്. ഓക്കെ, സോ അത് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ഫെർദറായിട്ട് ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുക. സോ ട്രേഡ് സേഫ്, അടിപൊളിയായിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ മാർക്കറ്റ് കണ്ടീഷന് ഈ ഒരു വോറുടെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബാഡാണ്. സോ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ട്രേഡും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുക. ഫണ്ടഡ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ബ്ലോ അപ്പ് ചെയ്യാണ്ട് പ്രോപ്പറായിട്ട് തന്നെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുക. സോ